ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജമീമ റോഡ്രിഗസ് സ്മാർട്ട് ഫോൺ രംഗത്ത് ചൂടേറിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും കാരണക്കാരിയായിരുന്നു. വേൾഡ് കപ്പ് ജയിച്ച സന്തോഷം ജമീമ തൻ്റെ ഗൂഗിൾ പിക്സൽ ഫോണിൽ പകർത്തുന്ന ചിത്രം ടെക് ലോകത്ത് വൈറലായിരുന്നു. പിന്നാലെ ആപ്പിൾ ഫാൻസും ഗൂഗിൾ ഫാൻസും തങ്ങളുടെ ഇഷ്ട ബ്രാൻഡാണ് മികച്ചതെന്ന് അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ചു. പാരലൽ വേൾഡിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആപ്പിളും ഗൂഗിളും കൈകൊടുക്കുകയാണ്. എന്തിനാണെന്നല്ലേ പറയാം. ആപ്പിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അസിസ്റ്റൻ്റായ സിറി കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ടെന്നാണ് കമ്പനിയുടെ കണ്ടെത്തൽ. സിറിയിൽ 150 ബില്യൺ, അതായത് 15,000 കോടി പാരാമീറ്റേഴ്സാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ സിറിക്കുള്ളിൽ നൽകിയിരിക്കുന്ന ഇൻപുട്ടുകളെന്ന് പറയാം. ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇത്രയും ഇൻപുട്ട് വെച്ചുകൊണ്ട് മാത്രമേ സിറിക്ക് നിലവിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ഈ 150 ബില്യൺ എന്നുള്ളത് 1.2 ട്രില്യൺ, അതായത് 1,20,000 കോടി പാരാമീറ്റേഴ്സ് ആക്കണമെന്നുള്ളതാണ് ആപ്പിളിൻ്റെ പ്ലാൻ. സിറിയെ ഇത്തരത്തിൽ വിപുലീകരിക്കാൻ ഓപ്പൺ എഐയുടെ ChatGPT, ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് എന്നിവയൊക്കെ പരിഗണിച്ചെങ്കിലും ഒടുവിൽ ആപ്പിൾ തിരഞ്ഞെടുത്തത് ഗൂഗിൾ ജെമിനൈ ആണ്. സിറിയെ മികവുറ്റതാക്കാൻ വർഷം $1 ബില്യൺ ആപ്പിൾ ഗൂഗിളിന് നൽകേണ്ടത്. ഇതാണ് ഇവർ തമ്മിലുള്ള കരാർ. ജെമിനൈ വരുന്നതോടെ സിറിയുടെ പ്രോസസ്സിംഗ് പവർ കൂടും. സങ്കീർണമായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നൽകാനും സിറിയെ ജെമിനൈ സഹായിക്കും. ഗൂഗിൾ വിഷൻ പ്രോ ഹെഡ്സെറ്റിൻ്റെ സൃഷ്ടാവായ മൈക്ക് റോക്ക്വെൽ, ആപ്പിൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തലവൻ ക്രെയ്ഗ് ഫെദറിഗി എന്നിവരാണ് സിറിയെ വികസിപ്പിക്കാൻ പുറമേ നിന്നുള്ള AI മോഡലിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് പിന്നിൽ. രൂപവും ഭാവവും മാറിയ സിറി എപ്പോൾ പുറത്തിറങ്ങും എന്നുള്ളതാണ് അടുത്ത ആകാംക്ഷ. iOS 26.1 ആണല്ലോ നിലവിലെ ലേറ്റസ്റ്റ് വേർഷൻ. 2026 പുറത്തിറങ്ങുന്ന iOS വേർഷൻ 26.4-ൽ പുത്തൻ സിറിയായിരിക്കും ഉപയോക്താക്കളുടെ സഹായിയായി എത്തുക. സ്മാർട്ട് ഫോൺ ലോകത്ത് കനത്ത മത്സരമാണ് ആപ്പിൾ നേരിടുന്നത്. സാംസങ്, വാവേ, സയോമി, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചേഴ്സ് നൽകുമ്പോൾ സുരക്ഷയും ഉറപ്പുമാണ് ആപ്പിളിൻ്റെ കരുത്ത്. ഒപ്പം സിറി കൂടി ശക്തിയാകുമ്പോൾ ആപ്പിളിൻ്റെ തട്ടിന് തൂക്കം കൂടുമെന്ന് തന്നെ വിലയിരുത്താം. അതേസമയം പ്രീമിയം സ്മാർട്ട് ഫോൺ മേഖലയിൽ ഇന്ത്യൻ വിപണി കീഴടക്കി മുന്നോട്ട് പോവുകയാണ് ആപ്പിൾ. 2025-ന്റെ മൂന്നാം പാദത്തിൽ 5% വളർച്ചയാണ് ബ്രാൻഡ് കൈവരിച്ചിരിക്കുന്നത്. 28% ആപ്പിളിൻ്റെ വിപണി വിഹിതം. iPhone 17 ഉപഭോക്താക്കൾക്കിടയിൽ നേടിയ സ്വീകാര്യതയും ഡിമാൻഡ് ഇടിയാത്ത 15, 16 സീരീസുകളും ഇന്ത്യയിൽ ആപ്പിളിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറി. ആപ്പിളിൻ്റെ തൊട്ടു പിന്നിലുണ്ട് സാംസങ്. 23% വിപണി വിഹിതമാണ് സാംസങ്ങിനുള്ളത്. ഗാലക്സി S സീരീസും ശക്തമായ മിഡ് റേഞ്ച് A-ടയർ ഫോണുകളുമാണ് ഇതിന് കാരണം. വിവോയുടെ പെർഫോമൻസ് ബേസ്ഡ് സ്മാർട്ട് ഫോണായ ഐക്യു ഇന്ത്യയിൽ വലിയ വളർച്ച ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകളിൽ കാണാം.